ഹലോ, ഇന്ന് ഞങ്ങൾക്ക് കുറച്ച് പരിപാടികളുണ്ട് കേട്ടോ. ആദ്യം ബ്യൂട്ടീഷ്യൻ ചെയ്യണം, പിന്നെ അമ്മൂമ്മയുടെ വീട്ടിൽ പോകണം, പിന്നെ അമ്മൂമ്മയുടെ വീട്ടിൽ പോകണം. അങ്ങനെ 2 ദിവസത്തെ കാര്യങ്ങളാണേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ത്രെഡ് ചെയ്യാനുണ്ടായിരുന്നു. ഞങ്ങൾക്ക് 3 പേർക്കും ത്രെഡ് ചെയ്യാനുണ്ടായിരുന്നു. ത്രെഡ് ചെയ്തു. പിന്നെ നല്ല ബ്ലാക്ക് ഹെഡും വൈറ്റ് ഹെഡും ഉള്ളതുകൊണ്ട് അതും കൂടെ ഒന്ന് റിമൂവ് ചെയ്തു കേട്ടോ. അപ്പോഴത്തേക്ക് ഞങ്ങളുടെ ഓട്ടോ വെയിറ്റിംഗ് ആയതുകൊണ്ട് അധികം നേരം നിൽക്കാൻ പറ്റില്ല കേട്ടോ. വേഗം ഇറങ്ങി ജസ്റ്റ് ത്രെഡ് ചെയ്യാൻ മാത്രമേ ചെയ്തുള്ളൂ. ക്ലീനപ്പൊക്കെ ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷെ ടൈം ഒട്ടും തികഞ്ഞില്ല. അങ്ങനെ നമ്മളവിടുന്ന് ഇറങ്ങി കേട്ടോ. കൊപ്പത്തേക്കാണ് ആദ്യം പോണത്. അവിടെയാണ് അമ്മയുടെ വീട്. ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ടാണ് കേട്ടോ കല്യാണ വീട്ടിലെത്തിയത്. വന്നിട്ട് നമുക്ക് അകത്തിരിക്കാൻ തന്നെ പറ്റിയിരുന്നുള്ളൂ. മോനാകെ കരച്ചിലൊക്കെ ആയിരുന്നു. അപ്പോൾ ഫീഡ് ചെയ്യുന്നു, പിന്നെ അവൻ ഉറക്കുന്നു. അധികം നേരം നിൽക്കാനൊന്നും പറ്റിയില്ല. വേഗം ഭക്ഷണം കഴിഞ്ഞിട്ട് പിന്നെ അമ്മയുടെ വീട്ടിലേക്ക് വന്നു കേട്ടോ. അവിടെ എത്തിയപ്പോൾ ഇതുവിന് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവനെ വേഗം ഉറക്കി. പിന്നെ കുറച്ച് നേരം ചില്ലറ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. എന്താണെന്ന് അറിഞ്ഞുകൂടെ അന്നെൻ്റെ കാല് ഭയങ്കര വേദനയായിരുന്നു കേട്ടോ. കുറേ നടക്കേണ്ടി വന്നോ എന്താണെന്ന് ഉണ്ടായതെന്ന് എനിക്ക് ഓർമ്മയില്ല. കുറച്ച് നേരം അമ്മയെ കൊണ്ട് കാലൊക്കെ ഇങ്ങനെ മസാജ് ചെയ്യിപ്പിച്ചിട്ട് പിന്നെ കിടന്ന് ഉറങ്ങി. രാവിലെ ഞങ്ങൾക്കിനി കല്യാണത്തിന് പോകണില്ല, പാലക്കാടായിരുന്നു കല്യാണം കേട്ടോ. അപ്പോൾ മോനെയും കൊണ്ട് പോകണത് ടാസ്ക് ആയതുകൊണ്ട് റിസപ്ഷന് പോകാമെന്ന് വെച്ചു. അപ്പോൾ അതിൻ്റെ മുന്നേ അമ്മമ്മയുടെ വീട്ടിലൊന്ന് പോയിട്ട് വരാം, അവിടുന്ന് നേരെ റിസപ്ഷന് പോകാമെന്ന് വിചാരിക്കണം. അങ്ങനെ പോകാനായിട്ട് ഇറങ്ങാൻ തുടങ്ങാം കേട്ടോ. കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ഒന്ന് റെഡി ആവണം. ബ്യൂട്ടീഷ്യനൊന്നും ചെയ്യണില്ല, അതൊക്കെ ഇനി അമ്മമ്മയുടെ വീട്ടിൽ പോയിട്ട് സാവധാനത്തിലേ ചെയ്യുന്നുള്ളൂ. ഞങ്ങൾക്ക് ഇവിടുന്ന് വേഗം പോയാൽ ഇനി കുറച്ച് നേരം അവിടെ ഇരിക്കാൻ പറ്റുള്ളൂ. അവിടെ അമ്മൂമ്മയും മേമയാണ് ഇപ്പോൾ ഉള്ളത്. ഇത് ഞങ്ങളുടെ അപ്പൂപ്പനാണ് കേട്ടോ, ഇപ്പം ഇല്ല. ഈ കുർത്ത സെറ്റാണ് കേട്ടോ ഞാൻ റിസപ്ഷൻ ഇട്ടത്. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ്. കോട്ടൺ അല്ല, പക്ഷെ ഒരു നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്, ഉഷ്ണമൊന്നുമില്ല. നല്ല നെക്ക് പോർഷനിൽ കുറച്ച് ത്രെഡ് വർക്കും കൂടി വരുന്നുണ്ട്. അനിയത്തീൻ്റെ ഡ്രസ്സും ഫ്ലിപ്പം തന്നെയായിരുന്നു, അത് അടിപൊളിയായിരുന്നു കേട്ടോ. ഇത് ഇവിടുത്തെ തറവാട്ടമ്പലാണ്. പണ്ടൊക്കെ ഇതിൻ്റെ മുന്നിൽ കൂടെ പോകാൻ തന്നെ പേടിയാണ്. നമ്മുടെ ഈ വീടിനെ ചുറ്റിയിട്ടൊരു കാട് പോലത്തെ ഒരു ഏരിയയാണ്. പണ്ട് വൈകുന്നേരം ആയി കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല, അത്രയും ടെൻഷനായി. ഇപ്പോൾ കുറേയൊക്കെ മാറിയിട്ടുണ്ട്. ഇവിടെ ഒരു വഴിയൊക്കെ ഉണ്ടായിരുന്നു, ഭയങ്കര പേടി സ്വപ്നമായിരുന്നു ആ വഴി. അതൊക്കെ അടച്ചിരിക്കുന്നു. ഇപ്പോൾ ആ വഴിക്കാരും പോവാറില്ല തോന്നുന്നു. പണ്ട് നമ്മുടെ കൂടെ ആളുണ്ടെങ്കിൽ പോലും അത് കൂടെ പോകാൻ ടെൻഷനാണ്, അങ്ങനത്തെ ഒരു ഏരിയ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ അമ്മയുടെ വീട്ടിലെത്തി കേട്ടോ. ഞങ്ങൾക്ക് മുത്തശ്ശിയാണ്, പക്ഷെ ഞങ്ങൾ അമ്മുമ്മ എന്നാണ് വിളിക്കാറ്. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഫുഡൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു മേമ എന്ന് പറയുന്നത് അമ്മയുടെ മേമയാണ്, പക്ഷേ അത്ര ഏജൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളും മേമ എന്നാണ് വിളിക്കുക. മാമ ഉണ്ടായിരുന്നു, ഇപ്പം ഇല്ല. ആളേനെയും ഞങ്ങൾ അപ്പൂപ്പെന്ന് വിളിക്കുന്നതാണ്, പക്ഷേ ഞങ്ങൾ മാമ എന്നാണ് വിളിക്കാറ്. വല്യമ്മേനെ മാത്രം, അതായത് അമ്മയുടെ വല്യമ്മേനെ മാത്രം ഞങ്ങൾ അമ്മൂമ്മ എന്ന് വിളിക്കാറുള്ളൂ. പിന്നെ ഊണ് അടിപൊളിയായിരുന്നു കേട്ടോ. ഇരുമ്പം പുളിക്കറിയും മത്തി വറുത്തതും അച്ചാറും പപ്പടവും കൂട്ടി ഞങ്ങൾ നന്നായിട്ട് കഴിച്ചു. നല്ല ഇഷ്ടപ്പെട്ടു. ഇവിടേക്ക് വന്നിട്ട് കുറേ നാളായി. എൻ്റെ കല്യാണത്തിനും കണ്ട് എല്ലാവരെയും കണ്ടതാണ്. പിന്നെ മാമൻ മരിച്ചപ്പോഴാണ് വന്നത്. അതിനുശേഷം പിന്നെ ഇവിടെ വന്നിട്ടേ ഇല്ല. ഇവിടെ ആയിരുന്നു കേട്ടോ പഴയ വീടുണ്ടായിരുന്നത്. പിറകിൽ വലിയൊരു എസ്റ്റേറ്റാണ്. പിന്നെ വീട്ടിൽ നിറയെ കോഴികളുണ്ടായിരുന്നു. നല്ല ചാന്തൊക്കെ ഇട്ടിട്ടുള്ള ചെറിയൊരു വീടായിരുന്നു കേട്ടോ, നല്ല രസമാണ്. പിന്നെ ഇവിടെ വേറൊരു താത്തയുടെ വീടും കൂടെ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ പോയിട്ട് പഞ്ചസാരയും ദോശയൊക്കെ കഴിച്ചിരുന്ന ഓർമ്മയുണ്ട്. അവിടെ ആ താത്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ ഞാൻ അവരെ കണ്ടിട്ടില്ല കേട്ടോ. ഈ അംഗനവാടിയിൽ ഞാൻ വെറുതെ വന്നിരിക്കും. ഇവിടുത്തെ കഞ്ഞിയും പയറിനും ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇപ്പോഴും അതിൻ്റെ ടേസ്റ്റ് മനസ്സിലുണ്ട്. വെറുതെ വന്നിരിക്കുക. അമ്മൂമ്മ എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് എന്നെ കൂട്ടിക്കൊണ്ടു. തൊട്ട് പിറകിലാട്ടോ വീട്. ഇത് അമ്മൂമ്മയുടെ സ്ഥായി ഭാവമാണ് കേട്ടോ. പുള്ളിക്കാരി അങ്ങനെ ചിരിക്കാറൊന്നുമില്ല, പക്ഷെ ഭയങ്കര സ്നേഹം. എത്ര ട്രീറ്റ് ചെയ്താലും അവർക്ക് മതിയാവില്ല. അമ്മൂമ്മയ്ക്ക് ഇപ്പോൾ ഓർമ്മക്കുറവൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ആരാ എന്താന്നൊക്കെ കുറച്ച് കഴിഞ്ഞാൽ മറന്നു പോകും. പിന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഓർമ്മ വരും.
അങ്ങനെയാണ്. അപ്പോൾ ഭയങ്കര അതിൻ്റെയാണോ സങ്കടം എന്നറിയില്ല, പൊതുവേ ഞങ്ങൾ കണ്ടു കഴിഞ്ഞാൽ കരയാറുണ്ട്. അമ്മൂമ്മയുടെ പേരക്കുട്ടിയും പേരക്കുട്ടിയുടെ പേരക്കുട്ടിയും കൂടിയുള്ള മൊമെൻറ്റ്സ് ആണ് കേട്ടോ. ഞങ്ങൾക്കിത് വളരെ വിലപ്പെട്ടതാണ്. അയ്യോ, കുറേ കാലം കൂടെ ഞങ്ങളുടെ കൂടെ ഉണ്ടാവട്ടെ എന്ന് മാത്രമേ ആഗ്രഹമുള്ളൂ. ഇതിൽ ആ ഡാർക്ക് കളർ ബ്ലൗസും സ്കേർട്ടും ഇട്ടിട്ടുള്ള കേട്ടോ അമ്മൂമ്മയുടെ ഈ ഒരു പിക്ക് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. അമ്മ കുഞ്ഞുകുട്ടിയാകുമ്പോൾ തന്നെ അമ്മൂമ്മ പോയി. പിന്നെ ഇവിടെ വന്നിട്ട് ഞാൻ ശരിക്കും സർപ്രൈസ് അത് ഞങ്ങളുടെ ഫോട്ടോസ് ഫ്രെയിം ചെയ്ത് വെച്ചത് കണ്ടപ്പോഴാട്ടോ. എൻഗേജ്മെൻറ്റിൻ്റെയും കല്യാണത്തിൻ്റെയും റിസപ്ഷൻ്റെയും ഒക്കെ ഫോട്ടോസ് ഉണ്ട്. ചിലതൊക്കെ ഫോണിലെടുത്ത ഫോട്ടോസാണ്, പക്ഷെ അതടക്കം ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കുറേ ഫോട്ടോസ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇനി റിസപ്ഷന് പോകാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങുക കേട്ടോ. ഫേസ് പാക്ക് മിക്സ് ചെയ്യാൻ വേണ്ടി ഒരു പാത്രം ചോദിച്ചതാണ്. മാം ഇത്ര ചെറിയ പാത്രം തരുമെന്ന് വിചാരിച്ചില്ല. ഇത് ഫ്ലിപ്പിൽ നിന്ന് മേടിച്ചതാണ്, പക്ഷേ ഇവർക്കൊരു ഇൻസ്റ്റഗ്രാം പേജൊക്കെ ഉണ്ട്. ഹെയർ റിമൂവലിൻ്റെ ഒരു പൗഡർ മേടിച്ചപ്പം അതിൻ്റെ കൂടെ കിട്ടിയ ഫേസ് പാക്കായിരുന്നു കേട്ടോ. നല്ല കുഴപ്പമില്ല, പെട്ടെന്നൊരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ ഒക്കെ കിട്ടുന്ന ഫേസ് പാക്കായിരുന്നു. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇരുന്നു. ഇതിപ്പോൾ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസറാണ് കേട്ടോ, അക്വലോജിക്കയുടെ. നല്ല സ്മൂത്താണ്, പിന്നെ നല്ലൊരു ഗ്ലോ ഒക്കെ കിട്ടുന്നുണ്ട്. മേക്കപ്പിൻ്റെ മുന്നേക്ക് ഇടുന്നത് അടിപൊളിയാണ് കേട്ടോ. സൺസ്ക്രീനും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. അത്ര പ്രൊട്ടക്ഷൻ കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, എന്നാലും കുഴപ്പമില്ല. അങ്ങനെ എല്ലാവരും റെഡി ആയിട്ടോ ഇറങ്ങാൻ തുടങ്ങുകയാണ്. എങ്ങനെയുണ്ട്? റിസപ്ഷന് വന്നെങ്കിലും ഞങ്ങൾക്ക് ഹാളിൽ ഇരിക്കാൻ പറ്റിയിരുന്നില്ല. സെയിം മോൻ നല്ല കരച്ചിലായിരുന്നു, അപ്പോൾ പുറത്ത് വന്ന് നിൽക്കുമായിരുന്നു കേട്ടോ. അതിനിടയ്ക്ക് അവൻ്റെ അച്ഛൻ വന്നു. എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. വ്ളോഗിങ്ങിനെ പറ്റിയിട്ടാണ് ഈ കളിയാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും ഞാൻ നല്ലൊരു യൂട്യൂബറാകും. അപ്പോഴും നിങ്ങളിതൊക്കെ തന്നെ പറയണം. നേരെ അമ്മമ്മയുടെ വീട്ടിൽ പോയിട്ട് സാധനങ്ങളൊക്കെ എടുത്ത് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു വിട്ടു. അവിടെ ഒരു പൂരമായതുകൊണ്ട് വഴി മൊത്തം ബ്ലോക്കായിരുന്നു. കുറേ നേരം ഞങ്ങൾ ബ്ലോക്കിൽ പെട്ടുപോയി. അപ്പോൾ ഇന്ന് ഇത്രേ ഉള്ളൂ കേട്ടോ. ടാറ്റാ.